ഹലോ. KSRTC ട്രാൻസ്പോ 2025 എന്ന് പറഞ്ഞ എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നേ കനകക്കുന്നിൽ. അപ്പം ഞങ്ങളും പോയി കേട്ടോ. അവിടെ ബലൂണുകാരനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പഴയ ഒരു ആനവണ്ടി, ആനേനെ ഒരുക്കുന്ന പോലെ തന്നെ നെറ്റിപ്പട്ടും തിടമ്പും ഒക്കെ വെച്ച് ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. ലൈറ്റൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ടുമായിരുന്നു കേട്ടോ അറേഞ്ച് ചെയ്തിരുന്നത്. ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് ട്രെയിൻ. നമ്മുടെ പഴയ ട്രെയിനാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ അത് ഇങ്ങനെ ഓടുന്ന കാണാൻ. അത് കഴിഞ്ഞ് നമ്മുടെ പണ്ട് തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ കുഞ്ഞു വണ്ടികളും, കുഞ്ഞു കുഞ്ഞു വണ്ടികൾ. പിന്നെ ഗാനമേള നടക്കുന്നുണ്ടായിരുന്നേ. നല്ല തിരക്കുമായിരുന്നു. അതുപോലെ നല്ല സൗണ്ടായിരുന്നു. അപ്പോൾ കിളിക്ക് അത്രയും സൗണ്ട് പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാനും കിളിയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറി. അത് കഴിഞ്ഞ് വന്നപ്പോൾ ബസ്സിൻ്റെ ഒരു ഡെമോ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ കയറി ഓടിച്ച് നോക്കുന്നുണ്ട്. അത് കിളീനെയും കയറ്റിയിരുത്തി അവളും വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് നോക്കി കേട്ടോ. അത് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ കാണാൻ പറ്റുന്ന ചെറിയ സ്റ്റോളിൽ ഇതുപോലെ നമ്മുടെ KSRTCയുടെ എല്ലാ മോഡലുകളും ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രദർശിപ്പിക്കാനായിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ കാണാത്തതും കണ്ടതുമായിട്ടുള്ള എല്ലാ മോഡലും ഉണ്ടായിരുന്നേ. നമ്മുടെ ആനവണ്ടി തന്നെ എത്ര മോഡലുണ്ടെന്ന് ഇവിടെ നിന്നപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായി. നമ്മളൊന്നോ രണ്ടോ തന്നെ കണ്ടിട്ടുള്ളൂ. ഇത്രയും വർഷങ്ങളായിട്ട് പല പല രീതിയിലുള്ള ബസ്സുകളുണ്ടായിരുന്നെന്ന് ഇപ്പോഴാട്ടോ മനസ്സിലാകുന്നത്. നമ്മുടെ KSRTCയിൽ ഇത്രയും മോഡൽ ബസ്സുകൾ ഇറങ്ങിയിട്ടുണ്ട്. വളരെ മനോഹരമായിരുന്നു കേട്ടോ കാണാൻ. അത് കഴിഞ്ഞ് അവിടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിയാന്ന് തോന്നുന്നു ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിലും കയറി കേട്ടോ. അത് കഴിഞ്ഞ് കിളിപ്പെണ്ണ് അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നേ. അവിടെ കിക്കാക്ക് ഊരി കളഞ്ഞു കേട്ടോ. എന്നിട്ടാണ് നടക്കുന്നത്. എല്ലാവരും അവളെ നോക്കുന്നുണ്ടായിരുന്നു. ഏതാ ഈ നിക്കറില്ലാത്ത പെണ്ണെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കണ്ടത് നമ്മുടെ പണ്ട് തൊട്ടുള്ള പേനകളാണ്. 500-600 ആയിരുന്നു കേട്ടോ റേഞ്ച് വില. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തൊട്ടടുത്തുള്ള റാണി ലക്ഷ്മി പാർക്കിലേക്ക് പോയി കേട്ടോ. അവിടെ അവൾക്ക് പോയി പരിചയമുള്ളത് കൊണ്ട് തന്നെ ഞാൻ കയറിക്കോളാം നമ്മൾ സ്റ്റെപ്പൊക്കെ കയറിപ്പോയി. പിന്നെ നിരങ്ങിയൊക്കെ കളിച്ചു. പിന്നെ ഓടി ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വീഴുകയും ചെയ്തു. പിന്നെ ഞാനും കയറി ഊഞ്ഞാലൊക്കെ ഒന്ന് ആടി കേട്ടോ. ഊഞ്ഞാലൊക്കെ കാണുമ്പോൾ നമ്മളും കുഞ്ഞു കുട്ടികളാവുമല്ലോ. അങ്ങനെ ഞാനുമായി ആടി. നന്ദുവിനെ ആയിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ ഊഞ്ഞാലാടി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അവിടെ നിന്ന് ഞങ്ങളൊരു ബലൂണും വാങ്ങിയായിരുന്നു കേട്ടോ കിളിക്ക്. പിന്നെ അവൾ വന്ന വഴിക്ക് അവിടെ നിന്ന് പൂക്കളെല്ലാം ഓരോന്ന് ഞുള്ളി വന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് പോന്നു കേട്ടോ. 10:30 ആയി കേട്ടോ വീട്ടിൽ വന്നപ്പം.